ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ പണികൾ തുടങ്ങാം. കുക്കി അവളത് എടുത്തുകൊണ്ട് പോയിട്ടാ. ഞാൻ അവിടെ ചെടികളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കണ ഉണ്ടെങ്കിൽ അതൊന്ന് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു റോള് ഇങ്ങനെ ഒരു വയറുണ്ടല്ലോ, നമുക്ക് ബ്രെഡൊക്കെ പൊതിഞ്ഞ് കിട്ടുമ്പോൾ പൊതിയാനായിട്ടൊരു കമ്പി പോലത്തെ ഒരു സാധനം കിട്ടില്ലേ, അതുപോലത്തെ റോളുണ്ടായിരുന്നു. അത് എടുത്ത് അവൾ കൊണ്ടുപോയി, അത് വാങ്ങിച്ചു. പിന്നെ ഉണ്ടല്ലോ ഇന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധനം വാങ്ങിച്ചു, നമ്മളുടെ വയർലെസ് മൈക്ക്. അപ്പോൾ അത് പരീക്ഷിക്കുകയും കൂടെ ചെയ്യണ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അത് ചാർജ് ചെയ്ത് വെച്ച് അപ്പോൾ ഇന്നത് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ സ്റ്റാൻഡല്ല യൂസ് ചെയ്യണേ. അപ്പോൾ ആ അറ്റത്ത് സ്റ്റാൻഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണതൊന്നും കേൾക്കില്ല. പിന്നെ ഞാനിത് വോയിസ് ഇടാനായിട്ട് നിൽക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്നല്ല ഒരു 2 ആഴ്ച മുന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിക്കണം എന്ന്. അപ്പോൾ ഒരു ഓഫറിൽ കണ്ടപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്ന് അതുമലാണ് സകലമാന പരിപാടികളും. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേത്തെ ഒരു പരിപാടികളാണ്. അപ്പോൾ പിള്ളേരൊക്കെ കാറ്റീസിന് പോയിരിക്കുകയാണ്. പിന്നെ അമ്മയില്ല. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ ആള് ടൂറ് പോയിക്കുകയാണ്. ടൂറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക, കൂടെ പഠിച്ച കുറച്ച് പേരുണ്ട്. കൂടെ പഠിച്ചതല്ല, വർക്ക് ചെയ്യണതും കൂടെ. അപ്പോൾ അതിൽ 1-2 പേര് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഊട്ടിക്കാണ് പോയിക്കണത്. അപ്പോൾ അവരും ഇല്ല. അപ്പോൾ ആകെ ഞാനും എൻ്റെ ഈ എന്താ പറയുക കുട്ടിപ്പട്ടാളങ്ങളും ഒക്കെയാണ് ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ കെട്ടിമറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആരും ഇല്ല പിടിക്കാനായിട്ട്. അതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി. നമ്മളുടെ ഇതുണ്ടായിരുന്നല്ലോ, പുതിയതായിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ വയർലെസ് മൈക്ക്. ആ സാധനം താഴ്ത്ത് വീണു. അതിനൊരു ഡാമേജ് പറ്റി. അത് ഊരി വെച്ചു. ആദ്യമായിട്ട് ഉപയോഗിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് വീണതാണ്. അത് എന്തോ എൻ്റെ കൈ തട്ടിയിട്ടോ എങ്ങനെയാണ്. ഓക്കെ, അതെന്തായാലും ആവട്ടെ. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ എടുക്കുമ്പോൾ നോക്കാം. പിന്നെ ഉണ്ടല്ലോ ഇത് വളങ്ങൾ നമ്മൾ ഒരാഴ്ച ആയി ഇപ്പോൾ ഓർഡർ ചെയ്ത് വെച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ അന്ന് വൃത്തിയാക്കാനായിട്ട് ആ ചേട്ടൻ വന്നപ്പോൾ അന്ന് ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ വാങ്ങിക്കല്ല, അന്ന് ഇടണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അതങ്ങനെ മാറിപ്പോയി. അങ്ങനെ ഇപ്പോൾ ആണ് നമുക്കതിനൊരു സമയം വന്നിരിക്കുന്നത്. പക്ഷേ അന്ന് ഇടാഞ്ഞത് വളരെ നന്നായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പൊരിഞ്ഞ മഴയല്ലായിരുന്നു. ഈ വളമൊക്കെ ഇട്ടിരുന്നെങ്കിൽ എല്ലാതും ഒലിച്ചു പോയേനെ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ വളമൊക്കെ ഇട്ടിട്ട് നമുക്ക് നനച്ചൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ അതിൽ നിന്ന് സത്യത്തിൽ ഈ വളങ്ങൾ ഇത് നമ്മുടെ എല്ലുപൊടി ഉണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്, കപ്പലണ്ടി പിണ്ണാക്കുണ്ട്. ഈ സാധനങ്ങൾ ശരിക്കും നമ്മൾ ബാക്കിലേക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പതുക്കെ കുറച്ച് ഇസ്കി നമ്മൾ ഫ്രണ്ടിലത്തെ നമ്മുടെ ബൊഗൈൻവില്ലയ്ക്ക് ഇടുന്നെന്ന് മാത്രം. എന്തായാലും നമ്മൾ ബൊഗൈൻവില്ലയുടെ പ്രൂൺ ചെയ്യാനും പിന്നെ പ്രൂൺ ചെയ്യൽ വളമിടലൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ എന്തായാലും ബാക്കിലേക്ക് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകണതിന് മുന്നേ ഒരു 2 കവർ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ടുവാങ്ങിച്ചു. ഇത് കണ്ടില്ലേ, നമ്മളുടെ അന്ന് പൂക്കളൊക്കെ ഇട്ട് അന്ന് നിൽക്കണതാണ് ഈ മഴയത്ത് നിറയെ. പക്ഷേ ഉണ്ടല്ലോ ചില ചട്ടികളിൽ മാത്രമേ ഉള്ളൂ ഇത്ര അധികം പുല്ലുകൾ കേട്ടോ. ആ ഒരു പുല്ലിൻ്റെ വിത്ത് വീണ് പിന്നെ ഉണ്ടാവുന്നതുകൊണ്ട്. ഇപ്പോൾ ഈ ഒരു ചട്ടിയിലില്ലേ, ബാക്കി 3 ചട്ടിയുണ്ട് ഇവിടെ. ഇത് ചില്ലി യെല്ലോ ആണ്. ഇനി അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് ചില്ലി റെഡ് ഉണ്ട്, ചില്ലി ഓറഞ്ച് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് പർപ്പിളാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല. അങ്ങനെയാണ് 4 ചട്ടികളിരിക്കുക. പക്ഷേ ആകെ ഈ ചില്ലി യെല്ലോയുടെ കടയ്ക്ക് മാത്രമാണ് ഇതുപോലെ ഇങ്ങനെ പുല്ലുകൾ വരുള്ളൂ. അപ്പോൾ ചൊറിയണ ടൈപ്പ് പുല്ല, അങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോൾ അത് ഞാൻ ഗ്ലൗസ് ഇട്ടത്. പക്ഷേ ആ ഗ്ലൗസ് ഇട്ടിട്ടും കാര്യമായിട്ട് ശരിക്കും പറിക്കാൻ പറ്റില്ല. കാരണം ആ ഗ്ലൗസിൻ്റെ അറ്റങ്ങനെ കൂർത്തിരിക്കുക, അങ്ങനെ എന്താ പറയുക, മണ്ണിലിങ്ങനെ മാന്താൻ പറ്റണ ടൈപ്പ് ഗ്ലൗസാണ്. അപ്പോൾ അത് ഞാൻ ഊരി അവിടെ തന്നെ വെച്ചു. അപ്പോൾ പിന്നെ മറ്റേലും ആകെ 1-2 അതും ഇങ്ങനെ മുത്തങ്ങ പോലത്തെ പുല്ല, അതിങ്ങനെ വലിച്ചാൽ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ചട്ടിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേരൊക്കെ വലിച്ചാലും പൊട്ടിയേ പോരുള്ളൂ. അത് വീണ്ടും ഉണ്ടാവും. ഇനി വേറെ എന്തെങ്കിലും ഞാൻ ആലോചിക്കായിരുന്നു, വല്ല മെറ്റലുണ്ടല്ലോ, ചെറിയ ബേബി മെറ്റലുണ്ട് നമ്മൾക്ക് ബാക്കിൽ, അതങ്ങനെ കൊണ്ട് കുറച്ച് കട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ പുല്ല് വളരാണ്ടിരിക്കുമോ, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അല്ലാണ്ട് വരില്ല. കാരണം നമുക്ക് താഴെയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അത് പറിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്കത് പറിക്കാം. ഇത് ഈ ലേഡറിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള സർക്കസായ കാരണം നമുക്കത് എപ്പോഴും പറ്റില്ല. അത് സത്യം പറയാൻ ഇപ്പോൾ ആരും ഇല്ല ഇവിടെ, എന്നാലും കൂടി നമുക്കത് എപ്പോഴും അത് ചെയ്യാനായിട്ട് എനിക്ക് അത്ര മടി. അതാണ് സംഭവം.
അപ്പോൾ നമ്മളുടെ ചില്ലി യെല്ലോനെ കട്ട് ചെയ്ത് എല്ലാതും ചെറുതാക്കി നിർത്തുകയാണ്. കാരണം എന്താ പറയുക, ഹാർഡ് പ്രൂൺ അല്ല ചെയ്യണത്, അതിനുള്ള സമയമില്ല. ഹാർഡ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കുട്ടികളൊക്കെ ഒന്ന് തളിർത്ത് വരുമ്പോഴേക്കും കുറേ സമയം എടുക്കും. അപ്പോൾ അത് കാരണം എന്താ പറയുക, ഒരടി പോലും നമ്മൾ നീട്ടത്തിൽ കട്ട് ചെയ്യില്ല, അല്ലാതെയാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ബോഗൻവില്ലയുടെ വിശേഷം. ഇനി നമുക്ക് വളം സെറ്റാക്കണം. നമ്മൾ ടെഡി അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ടെഡി ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് തന്നെ. ഞാൻ എന്താണ് അതായത് ഞാൻ വെട്ടുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വീഴുണ്ടല്ലോ, അതൊക്കെ വീക്ഷിച്ച് ആളിരിക്കണതാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ 2 പിള്ളേരുണ്ട് നമ്മുടെ അപ്പുറത്തെ. അപ്പോൾ അവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഈ ആൻറ്റി എന്താണ് പരിപാടി, ഈ മനത്ത് കയറി നിന്നിട്ട് എന്നുള്ള ഇതിലാണ് അവരും നോക്കിക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ബോഗൻവില്ലയുടെ. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു, പ്രൂണിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് വളം സെക്ഷനിലേക്ക് പോവാം. അതിന് മുന്നേ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ മാവിൻ്റെ ചുവട്ടിലെ കുറച്ച് ചവറുകൾ കിടക്കുന്നുണ്ട്, അതൊക്കെ കൂടി. ഇപ്പോൾ മാവിൻ്റെ ചുവട്ടിൽ ചവറുകൾ കുറവാണ്. കാരണം എന്താ, നമ്മൾ മാവ് വെട്ടിയില്ലോ, മാവിൻ്റെ തലയും വെട്ടി, സൈഡുകളും എല്ലാം വെട്ടി. അതുകൊണ്ട് തന്നെ ഇല കൊഴിയൽ വളരെ കുറവാണ്, അടിക്കണത് വളരെ കുറവാണ്. ഇല്ലെങ്കിൽ ദിവസവും ഒരു കൊട്ട ഉണ്ടാവും, അത്ര അധികം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മഴയും കൂടി ആയ കാരണം നിറയെ അങ്ങനെ ചീഞ്ഞ് ഒട്ടി കിടക്കുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അടിച്ചിട്ട് കിട്ടുന്നുണ്ട് കുറച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ മെറ്റലും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ മെറ്റലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ നമുക്ക് റീപോർട്ട് ചെയ്യേണ്ട സമയം വരുമ്പോൾ ഇത് എടുക്കുമ്പോൾ ആ മണ്ണിൽ മുഴുവൻ മെറ്റൽ മിക്സായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വേരിനും അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ വിചാരിച്ചു അന്നുവെച്ചാൽ വേണ്ട, കുറച്ച് ചവറ് മുകളിലിട്ടാലോ. സാധാരണ നമ്മൾ പച്ചക്കറികൾക്കൊക്കെ അങ്ങനെയാണല്ലോ, ചവറ് മുകളിൽ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പുല്ല് മുളക്കില്ല. അപ്പോൾ അതുപോലെ ചെയ്യാം. പക്ഷെ ഇത് അത്ര അധികം സക്സസ് ആവുമെന്ന് അറിയില്ല. കാരണം നമുക്ക് ചവറിടാനായിട്ട് അത്ര അധികം സ്പേസ് ഇല്ല. ബോഗൻവില്ല ഇപ്പോൾ നമ്മളൊരു 2 ഇഞ്ച് താഴത്ത് വരെ മണ്ണുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. എന്നാലും എന്തായാലും ആവട്ടെ. അപ്പോൾ ആ ചവറും പോയി കിട്ടും, ആ പേരും പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കുത്തി തിരികി വെച്ചിട്ടുണ്ട്. പരമാവധി വേരുകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട്. അപ്പോൾ ഇനി എന്തായാലും കുറച്ചൊരു കുറവുണ്ടാവുമെന്ന് വിചാരിക്കാം. ആ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഇതിനെയും വീണ്ടും പാർട്ടാക്കിയിട്ട് എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് വളടലായിട്ട് കാണാം. നന്ദി, നമസ്കാരം.